നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരോ സ്നേഹിച്ചവരോ നിങ്ങളെ തനിച്ചാക്കി പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കൂടെ നിൽക്കുമെന്ന് കരുതിയവർ തിരിഞ്ഞു നടന്നപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ശൂന്യതയിലേക്ക് നോക്കി പകച്ചു നിന്ന ഒരു നിമിഷം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതി സഹായത്തിനായി നീട്ടിയ കൈകൾ ശൂന്യമായി മടങ്ങിയപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ വേദന, ആ നിസ്സഹായത ഒരുപക്ഷെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ പിന്തുണയാണ്. വീഴുമ്പോൾ താങ്ങാൻ ഒരാൾ, കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഒരാൾ, തോൽക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരാൾ. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമയത്ത് നാം എപ്പോഴും തനിച്ചായിരിക്കും. ആ സത്യം അംഗീകരിക്കാൻ നാം പലപ്പോഴും മടിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുകയും അവർ നമ്മെ വിട്ടുപോകുമ്പോൾ തകർന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ തകർച്ചയിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനായി ഉയർന്നു വരാൻ നിങ്ങൾക്കും സാധിക്കും. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനും വിജയിക്കാനും നിങ്ങൾക്ക് കഴിയും. മനുഷ്യബന്ധങ്ങളുടെ യഥാർത്ഥ മുഖം നാം ആദ്യം തിരിച്ചറിയണം. സ്വാർത്ഥതയില്ലാത്ത ഒരു ബന്ധവും ഇന്ന് ഈ ലോകത്തിലില്ല എന്ന് കേൾക്കുമ്പോൾ അല്പം കയ്പുള്ള സത്യമായി തോന്നാമെങ്കിലും അതാണ് സത്യം. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുള്ളിടത്തോളം കാലം ആളുകൾ നിങ്ങളുടെ ചുറ്റും കാണും. നിങ്ങളുടെ പദവി, സമ്പത്ത്, സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാധീനം എന്നിവയൊക്കെ ആയിരിക്കാം അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിലെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതാവുമ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം പതുക്കെ നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങും. നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നവർ ഇരുട്ട് വീഴുമ്പോൾ അപ്രത്യക്ഷമാകുന്നത് പോലെ പ്രതിസന്ധികളിൽ അവർ നിങ്ങളെ തനിച്ചാക്കും. ഇത് തിരിച്ചറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. മറ്റുള്ളവർ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് നാം അന്ധമായി വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ് നമ്മുടെ തകർച്ചയുടെ പ്രധാന കാരണം. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരിക്കലും സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. കാരണം അത് സത്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ കൂടെ നിൽക്കാൻ അർഹതയില്ലാത്തവരെ പ്രകൃതി തന്നെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഒറ്റയ്ക്കാവുക എന്നത് പലരും ഒരു ശാപമായാണ് കാണുന്നത്. എന്നാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് അവൾ അല്ലെങ്കിൽ അവൻ തനിച്ചാവുമ്പോഴാണ്. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം നമുക്ക് തന്നെ കേൾക്കാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചാകും നാം പലപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ തനിച്ചാകുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ തിരിയുന്നു. നമ്മുടെ സ്വന്തം കഴിവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും നാം ബോധവാന്മാരാകുന്നു. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നത് ഈ ഏകാന്തതയിലാണ്. ഒരു ശില്പി ഒരു കല്ലിൽ നിന്ന് അനാവശ്യ ഭാഗങ്ങൾ കൊത്തിമാറ്റി മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ പ്രതിസന്ധികളും ഏകാന്തതയും നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായ ഭയങ്ങളെയും ആശ്രയതത്വങ്ങളെയും ഇല്ലാതാക്കി നിങ്ങളെ ശക്തനായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. അതിനാൽ ഒറ്റയ്ക്കാകുമ്പോൾ തളരുകയല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുകയും അതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് വൈകാരികമായ നിയന്ത്രണം അഥവാ ഇമോഷണൽ കൺട്രോൾ. നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും റിമോട്ട് കൺട്രോൾ നാം പലപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അവർ നല്ലത് പറഞ്ഞാൽ നാം സന്തോഷിക്കുന്നു, അവർ കുറ്റപ്പെടുത്തിയാൽ നാം തകർന്നു പോകുന്നു. ആരെങ്കിലും നമ്മെ വിട്ടുപോയാൽ നമ്മുടെ ലോകം അവസാനിച്ചു എന്ന് നാം കരുതുന്നു. ഈ വൈകാരികമായ അടിമത്തം ഇല്ലാതാക്കുക എന്നതാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതിൻ്റെ ആദ്യ പടി. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല, നിങ്ങൾ തന്നെയാണ്. ആരും നിങ്ങളെ അഭിനന്ദിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സ്വയം അഭിമാനിക്കണം. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ അതിൽ തകർന്നു പോകാതെ അതിനെ ഒരു പാഠമായി ഉൾക്കൊള്ളാൻ സാധിക്കണം. മറ്റുള്ളവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ മാനസികമായി ശക്തനാകണം. ഈ മാനസികമായ കരുത്താണ് ഒറ്റയ്ക്കുള്ള യാത്രയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഒരു സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ അതിനു ചുറ്റും മറ്റു മൃഗങ്ങളുടെ ഒരു പട ഉണ്ടാകാറില്ല. ഒറ്റയ്ക്കാണ് അത് നടക്കുന്നത്. അതിൻ്റെ ഗാംഭീര്യവും ശക്തിയും ആ ഏകാന്തതയിലാണുള്ളത്. അതുപോലെ വലിയ ലക്ഷ്യങ്ങൾ ഉള്ളവർ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും സഞ്ചരിക്കുക. ആൾക്കൂട്ടത്തിന് എപ്പോഴും ഒരു പൊതുവായ ചിന്താഗതിയാണ് ഉണ്ടാവുക. അവർ സുരക്ഷിതമായ വഴികളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. റിസ്ക് എടുക്കാനോ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനോ അവർ ഭയപ്പെടുന്നു. എന്നാൽ നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്നും മാറി നടക്കേണ്ടി വരും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി ചിലപ്പോൾ വളരെ കഠിനമായിരിക്കാം. ആ വഴിയിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ പരാജയപ്പെടുമെന്ന് അവർ പ്രവചിക്കും. അത്തരം ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പിന്മാറരുത്. നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോവുക. ഓർക്കുക, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എല്ലാവരും നിങ്ങളെ കൈവിട്ടാലും
നിങ്ങൾ നിങ്ങളെ തന്നെ കൈവിടരുത്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശക്തനായി തിരിച്ചു വരിക. മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം കഴിവ് തെളിയിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഏകാന്തതയെ ഭയപ്പെടുന്നതിനു പകരം അതിനെ സ്നേഹിക്കാൻ തുടങ്ങുക. ആരും കൂടെയില്ലെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചുവടുകൾ വയ്ക്കുക. തളരാതെ പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം കാണിക്കുക. അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്.